afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Start with prayer, today and sign. Prayer. Dear God, we thank you for this beautiful day. Help us to learn new things with interest and joy. Guide our teacher and students in every steps today. May our learning bring godness to our lives. Thank you. Okay, and then next Thought of the day. Every expert was once a beginner. Repeat. Every expert was once a beginner. Thank you. okay. കഴിഞ്ഞോ സൈൻ ഉണ്ടോ സ്റ്റാർട്ട് അപ്പോ നമ്മള് ടെൻസ് കംപ്ലീറ്റ് ചെയ്തു. ടെൻസിന്റെ പ്രസന്റേഷൻ ആണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്തത് അല്ലെ. സോ അത് കണ്ടിന്യൂ ചെയ്യാട്ടോ. ആരൊക്കെയാണ് പറയുന്നത്? ടെൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഞാനിപ്പോ എല്ലാ ക്ലാസ്സിലും വന്നിരുന്ന ടെൻസ് പറയൂ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല, പഠിച്ചേ പറ്റൂ. അതുകൊണ്ട് ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു പ്രസീത ആൻഡ് ലുബ്ന രണ്ടുപേരും കംപ്ലീറ്റ് ചെയ്താണ്. നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് ആരില്ല. ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? റിവിഷൻ നടക്കൊന്നുമില്ല, ഞാൻ ചെയ്തോളാം. ടൈം കണ്ടിരിക്കും. ഈ 2 ക്ലാസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഫ്രൈഡേ റിവിഷൻ ചെയ്യും. ഓക്കെ. ഇംഗ്ലീഷ് ആകെ 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. 10 ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് ഞാൻ ഫ്രൈഡേ ഞങ്ങൾക്ക് വന്ന് പറഞ്ഞു തരും കേട്ടോ. അതുകൊണ്ട് ഇംഗ്ലീഷിനെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, സിമ്പിൾ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ടെൻസ് പഠിക്കാം. ടെൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എക്സാമിന് വേണ്ടിയല്ല ഞാൻ ടെൻസ് പഠിക്കണം എന്ന് പറയുന്നത്. എക്സാം അവിടെ നടക്കട്ടെ, അല്ലാതെ നമുക്ക് ടെൻസ് ആവശ്യമാണ് അല്ലെ. ഇനി അങ്ങോട്ട് നിങ്ങൾ ടീച്ചേഴ്സ് ആണ്, കുറച്ച് ടെൻസ് ഒക്കെ അറിയണം, അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് പഠിച്ചേ പറ്റൂ, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞേ പറ്റൂ. ഓക്കെ. അപ്പൊ ആരൊക്കെയാ പറയുന്നേ? ഞാൻ വിളിക്കാം. പ്രീജി, പ്രീജി കേൾക്കുന്നുണ്ടോ? ഓക്കെ മാം. പറയാം. പ്രീജി പറയുമ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. കേട്ടല്ല? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. മിസ്റ്റേക്ക് പറയുന്നുണ്ടോ, പറയുന്നത് കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ. അത് ഇനി പ്രീജി കഴിഞ്ഞതിന് ശേഷം ഇനി പറയേണ്ടത് ആരാ? നെക്സ്റ്റ് വിദ്യ. വിദ്യ ഓക്കെ ആണല്ലോ? ഉണ്ടോ? കേൾക്കുന്നുണ്ടോ വിദ്യ? ആരാ പറയാ? ശേഷം ആൽഫിയ മാം, ഞാനിപ്പോ ഹോസ്പിറ്റലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാസ്സിൽ കയറാൻ വേണ്ടി വന്നതാണ്. പ്രീജി പറഞ്ഞോളൂ. സ്റ്റാർട്ട് ചെയ്തോളൂ. പ്രീജി പോയോ? പറയാം മാം. ഫസ്റ്റ്
സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അത് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പം സിമ്പിൾ പ്രസന്റ് ടെൻസ് പൊതുവെ നമ്മൾ ചെയ്യുന്നു, പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഡെയിലി റൊട്ടീൻ, ഹാബിറ്റ്സ്, പെർമനന്റ് സിറ്റുവേഷൻ, യൂണിവേഴ്സൽ ട്രൂത്ത്, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. അതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ, യു, ദേ, വി ആണ്, പ്ലൂറൽ സബ്ജക്റ്റ് അത്. പിന്നെ സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഷീ, ഹി, എവറിബഡി, ഇറ്റ്, ഇതൊക്കെ സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഇവിടെ പിന്നെ പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പം പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. റൈറ്റ് എന്നുള്ളത് പ്ലൂറൽ വെർബാണ്. അതുമാതിരി അത് സിംഗുലർ ആയിട്ട് മാറുമ്പോൾ അതിൻ്റെ അടുക്ക ES ആഡ് ആയിട്ട് വരും, റൈറ്റ്സ് ആയിട്ട് മാറും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ റൈറ്റ് സ്റ്റോറി. സ്റ്റോറി എന്നുള്ളത് പ്ലൂറൽ ആണ്. അതിനെ സിംഗുലർ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഹി റൈറ്റ്സ് സ്റ്റോറി എന്നായിട്ട് മാറും. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ ആണ്. അതിനോടൊപ്പം വെർബിന്റെ ING ഫോം കൂടി ആഡ് ആവും. ഐ വരുമ്പോൾ ആം ആണ്. ഹി, ഷീ അങ്ങനെ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് വരുമ്പോൾ ഈസ് വരും. യു, വി, ദേ, ആർ എന്ന് വരുമ്പോൾ ആർ എന്നാണ് യൂസ് ആക്കേണ്ടത്. അതായത് അവൾ ഒരു കോമഡി മൂവി കാണുകയാണ് എന്ന് പറയുമ്പോൾ ഷീ ഈസ് വാച്ചിങ്, ING ഫോം വരും വെർബിന്റെ. ഷീ ഈസ് വാച്ചിങ് എ കോമഡി മൂവി. അവർ പാട്ട് കേൾക്കുകയാണെന്ന് പറയുമ്പോൾ ദേ ആർ ലിസണിങ് മ്യൂസിക്. അങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇതില് അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് ING. അതിന്റെ എക്സാമ്പിൾ ഷീ ഹാസ് ബീൻ റീഡിങ് എ ബുക്ക്. അതേപോലെ പിന്നെ വി ഹാവ് ബീൻ വരും. പിന്നെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ പിന്നെ ഹാസ് ബീൻ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഷീ ഹാസ് ബീൻ കുക്കിംഗ് ഡിന്നർ എന്നാണ്. അടുത്തത് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ പറയാനാണ് യൂസ് ചെയ്യുന്നത്. അതായത് ചെയ്തു കഴിഞ്ഞത്, ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് V2 ആണ്. ഇപ്പൊ മദർ കുക്ക്ഡ് ഫുഡ്, അതായത് കുക്ക്ഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ഫോം ആണ്, V2 ആണ്. അതായത് ഞാൻ ഒരു ബനാന കഴിച്ചു എന്ന് പറയുമ്പോൾ ഐ എയ്റ്റ് ബനാന. അതേപോലെ ഡ്രസ്സ് വാഷ് ചെയ്തു എന്ന് പറയണമെങ്കിൽ ഐ വാഷ്ഡ് ക്ലോത്ത്സ്. അങ്ങനെയാണ് പറയുന്നത്. പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പം
പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അടുത്തത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. അതെ, അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹെയർ ഹോംവർക്ക് ബിഫോർ പാർട്ടി സ്റ്റാർട്ടഡ്. അതേപോലെ അതായത് അവിടെ V3 ഫോമാണ്, വെർബിന്റെ V3 ഫോമാണ് ഉപയോഗിക്കുന്നത്. ഫിനിഷ്ഡ്, സ്റ്റാർട്ടഡ് അങ്ങനെയല്ലേ, അതാണ് യൂസ് ചെയ്യേണ്ടത്. അത് നെക്സ്റ്റ് എക്സാമ്പിൾ, ഐ ഹാഡ് ഓൾറെഡി ഈറ്റൻ വെൻ യു കോൾഡ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഐ ഹാഡ് ലേൺഡ് ടെൻസ് ഇൻ മൈ ലാസ്റ്റ് ഇയർ. അങ്ങനെയാണ് വരുന്നത്. പിന്നെ വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതായത് അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ, വെർബിന്റെ പിന്നെ വെർബിന്റെ ING ഫോമാണ്. നെക്സ്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 ആണ്. അതായത് നമ്മ ചെയ്യും എന്നുള്ളത് ഫ്യൂച്ചർ ആണ് പറയുന്നത്. ഫ്യൂച്ചർ ടെൻസിന്റെ ഒപ്പരം ഏതിന്റെ ഒപ്പരം വിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഭാവിയിലെ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട്. ഇവിടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഐ വിൽ ഹെൽപ്പ് യു വിത്ത് യുവർ പ്രൊജക്ട് നെക്സ്റ്റ് വീക്ക്. അതായത് നെക്സ്റ്റ് വീക്കിലുള്ള പ്രൊജക്ട് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഞാൻ നാളെ രാവിലെ പിന്നെ എൻ്റെ ഹൗസ് ക്ലീൻ ചെയ്യുന്നുള്ളത്, പിന്നെ ഐ വിൽ ക്ലീൻ ദ ഹൗസ് ടുമാറോ മോർണിംഗ് എന്ന രീതിയിൽ നമുക്ക് പറയാം. അടുത്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. അത് ആയിരിക്കും അല്ലെങ്കിൽ ചെയ്യുകയായിരിക്കും അങ്ങനെ ഉള്ള ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വെർബ് ING. എക്സാമ്പിൾ ഫോർ, ഐ വിൽ ബി ഹെൽപ്പിംഗ് മൈ മദർ ടു മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അനദർ വൺ, ഐ വിൽ ബി റൈറ്റിംഗ് ദ ലെറ്റർ ടുമാറോ. നെക്സ്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ്. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഐ വിൽ ഹാവ് സ്റ്റഡീഡ് ഹാർഡ് ഡ്യൂറിങ് ദ എക്സാം. നെക്സ്റ്റ് വി വിൽ ഹാവ് ലേൺഡ് ഓൾ ദ ലെസൺസ്. അവിടെ സബ്ജക്റ്റ് ഷീ ആയാലും പിന്നെ അത് പ്ലൂറൽ ആയാലും സിംഗുലർ ആയാലും ഹാവ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിന്റെ ING ഫോമാണ്. Example for, I will have been living in England for 10 years by 2030. Next example for, he will have been writing his book by the end of the month. Another one, they will have been living in their new house for a month. Over, ma'am. Hello. Okay, Okay, ma'am. completed. പ്രീതി പറഞ്ഞതിന്റെ എന്തെങ്കിലും മിസ്റ്റേക്സ് അങ്ങനെ തോന്നിയോ? ഉണ്ടായിരുന്നോ?
കൺഫ്യൂഷൻ എന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയില്ല. സ്റ്റോറി എന്ന് പറഞ്ഞപ്പോ വെർബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിംഗുലർ അങ്ങനെ. റൈറ്റ്സിന് പകരം സ്റ്റോറി വെച്ചിട്ടാ പറഞ്ഞത്. അത് ടെൻഷനിൽ മാറിപ്പോയതാ തോന്നുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ ആയിരിക്കും. ടെൻഷനിൽ മാറിയതാണ്. സ്റ്റാർട്ടിങ് ട്രബിൾ. ഇതൊക്കെ മാറും അല്ലെ? പറഞ്ഞില്ലേ മാറാ. ഓക്കെ, അനുഷ പറഞ്ഞു ഓഫീസിലാണ്. ഓക്കെ, വിദ്യ മൈക്ക് ഓണാക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഷാനിപ്പ 5th ചാപ്റ്റർ എടുത്തിട്ടില്ലല്ലോ. എടുത്തിട്ടില്ല, എടുക്കാൻ ടൈം ആയിട്ടില്ല കേട്ടോ. നമുക്ക് ടെൻസ് കഴിയുമ്പോൾ മാത്രം എടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? പ്രീജി, ഇതിപ്പോ പറഞ്ഞപ്പോ എന്താ തോന്നിയേ? കുഴപ്പമില്ലായിരുന്നു മാം, അങ്ങനെ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. മിനിയാതെ പിന്നെ മിൽഡ്രോസ് മാമിന്റെ ക്ലാസ്സില് പിന്നെ ഇത് സെമിനാർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അന്നേരം അത് ചെയ്തപ്പോ കുറച്ച് കോൺഫിഡൻസ് ലെവൽ കൂടിയെന്ന് പറയാം. ഇപ്പം മാം പേര് വിളിച്ചപ്പോഴും വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ട. പെട്ടെന്ന് എവിടെ തുടങ്ങണം എന്നറിയാത്ത ആ ബുക്കൊന്നും ആ കയ്യിലില്ലായിരുന്നു. അതിന്റെ ആ ഒരു ഇതുണ്ടായിരുന്നു, അല്ലാതെ കുഴപ്പമില്ലായിരുന്നു. പഠിച്ചു അല്ലേ? മനസ്സിലായി? കുഴപ്പമില്ല മാം. ഓക്കെ, ചിക്കുമോൾ ട്രൈ ചെയ്യൂ. മാം, എനിക്ക് ഫ്രൈഡേ ടൈം തന്നാ മതി മാം. ഞാൻ കുട്ടിയെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാൻ പോകും. 1 മണിയാകുമ്പോൾ എനിക്ക് ഇവിടുത്തെ 1 മണിയാകുമ്പോൾ എനിക്ക് ഹസ്ബൻഡിനെ വിളിക്കാനും പോകണം. ഓക്കെ, ഫ്രൈഡേ ഞാൻ ഉറപ്പായിട്ടും പറയാം മാം. നെക്സ്റ്റ് ആരാ? നിങ്ങൾ ഇങ്ങോട്ട് വരൂ. പറയാന്ന് പറഞ്ഞു, ആരും മിണ്ടുന്നില്ല. ഹിസ. മാം, ഞാൻ പ്രിപ്പയർ അല്ല. കഴിഞ്ഞ 2-3 ക്ലാസ് കേറിയില്ല. മഞ്ജു മുങ്ങി. ശ്രീതി പറഞ്ഞാലോ? ഓക്കെ മാം. ഫസ്റ്റ് വൺ, 1 മിനിറ്റ് മാം. ഫസ്റ്റ് വൺ പ്രസന്റ് ടെൻസ്. അതിൽ ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ്. ചെയ്യുന്നു എന്ന് പറയുന്ന ഇതിനെ ഇതാക്കുന്നു. അതിൽ ഹാബിറ്റ്സ്, റൂട്ടീൻ, പിന്നെ പെർമനന്റ് സിറ്റുവേഷൻസ്, അതിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. സ്ട്രക്ചർ എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. സബ്ജക്റ്റ് 2 ഉണ്ട്. പ്ലൂറൽ സബ്ജക്റ്റ്, സിംഗുലർ സബ്ജക്റ്റ്. പ്ലൂറൽ സബ്ജക്റ്റില് യു, വി, ഐ, ദേ. സിംഗുലറില് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. ഇതിന്റെ റൂള് എന്ന് വെച്ചാല് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വേർബ് മാത്രമേ ചേർക്കാറുള്ളൂ. പിന്നെ എൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ, അയാൾ കഥ എഴുതുന്നു. ഹി റൈറ്റ്സ് എ സ്റ്റോറി. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഐ സ്റ്റഡി ഇംഗ്ലീഷ്. അതൊക്കെയാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് രണ്ടാമത്തത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ചെയ്യുകയാണ് എന്നും അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും. ചെയ്യുകയാണ് എന്നുള്ളത് പറയാൻ. അതിന്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് പ്രസന്റ് ഓക്സിലറീസ് പ്ലസ് വെർബ് പ്ലസ് ING. പ്രസന്റ് ഓക്സിലറീസ് ആം, ഈസ്, ആർ ഇതാണ്. അതിൽ ആം ഐയുടെ കൂടിയും ഈസ് ഹി, ഷീ, ഇറ്റ്, എവരിബഡിയുടെ കൂടിയും ആറ് യു, വി, ദേ അതിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക. എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ അവൾ ഒരു കോമഡി മൂവി കാണുകയാണ്. ഷീസ് വാച്ചിങ് എ കോമഡി മൂവി. അവർ പാട്ട് കേൾക്കുകയാണ്. ദേ ആർ ലിസണിങ് സോങ്. ടീച്ചർ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ടീച്ചർ ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ് ടു മീ. ഇതൊക്കെയാണ് അതിൽ എക്സാമ്പിൾസ് വരുന്നത്.
പിന്നെ തേർഡ് വൺ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഹാവ് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടിയും ഹാസ് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടിയും യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ അവൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഹി ഹാസ് ഗോൺ ടു ഹിസ് ഫ്രണ്ട്സ് ഹോം. അവർ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ദേ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ് ഓൺ ദ ഗ്രൗണ്ട്. പിന്നെ അതൊക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത്. അതിൽ നാലാമത്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ING ആണ്. ഇതിൻ്റെ എക്സാമ്പിൾസ് ഐ ഹാവ് ബീൻ റീഡിങ് വരും. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി ഹാസ് ബീൻ ഡ്രൈവിങ്. അങ്ങനെയൊക്കെ അങ്ങനത്തെ എക്സാമ്പിൾസ് ആണ് വരിക. നെക്സ്റ്റ് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിൽ ഫസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. സബ്ജക്റ്റ് പ്ലസ് V2 ആണ്. സിമ്പിളാണ്. അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ദുബായ് വിസിറ്റ് ചെയ്തു. ഐ വിസിറ്റഡ് ദുബായ് ലാസ്റ്റ് വീക്ക്. ഞാൻ ഇന്നലെ ഒരു മൂവി കണ്ടു. യെസ്റ്റർഡേ ഐ വാച്ച്ഡ് എ മൂവി. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ സെക്കൻഡ് പാസ്റ്റ് ടെൻസിൽ സെക്കൻഡ് വൺ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ചെയ്യുകയായിരുന്നു എന്നുള്ളത് അങ്ങനത്തെ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വേർബ് പ്ലസ് ING ആണ്. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ വാസും പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ വേറും യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ വീട്ടിൽ വരുമ്പോൾ ഞാൻ പഠിക്കുകയായിരുന്നു. ഐ വാസ് സ്റ്റഡിങ് വെൻ മൈ ഫാദർ കെയിം ഹോം. പിന്നെ വേറൊരു എക്സാമ്പിൾ ഷീ വാസ് ഡ്രോയിങ് വെൻ ദ ക്ലാസ് ഈസ് റണ്ണിങ്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഡ്രോ ചെയ്യുകയായിരുന്നു. അങ്ങനെയുള്ള ചെയ്യുകയായിരുന്നു എന്ന് പറയുന്ന അങ്ങനെയുള്ള എക്സാമ്പിൾസ് ആണ്. മൂന്നാമത്തത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ യൂസ് ചെയ്യുന്നു. ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. സ്ട്രക്ചർ എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. അതിൻ്റെ എക്സാമ്പിൾസ് പറയുമ്പോൾ ഐ ഹാഡ് ഡ്രിവൺ എ കാർ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ കാർ ഓടിച്ചു. V3 ഫോം ഡ്രൈവിൻ്റെ V3 ഫോം യൂസ് ചെയ്യണം. ഡ്രിവൺ ആവും. ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക്. നെക്സ്റ്റ് എക്സാമ്പിൾ ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അതൊക്കെയാണ്. നാലാമത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അങ്ങനെ വരുന്നതൊക്കെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING ആണ്. എൻ്റെ എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ അവൾ എക്സാമിന് മുന്നേ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എക്സാമിന് മുന്നേ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ സ്റ്റഡിങ് ഫോർ അവേഴ്സ് ബിഫോർ ദ എക്സാം.
പിന്നെ നെക്സ്റ്റ് ഫ്യൂച്ചർ ടെൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ചെയ്യും, കാണും, പോകും, അങ്ങനെ അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. സ്ട്രക്ചർ എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 ആണ്. അതിൽ എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ ഞാൻ വെക്കേഷന് ദുബായിൽ പോകും. ഐ വിൽ ഗോ ടു ദുബായ് ഓൺ മൈ വെക്കേഷൻ. പിന്നെ അവർ വൈകുന്നേരം ഫുട്ബോൾ കളിക്കും. ദേ വിൽ പ്ലേ ഫുട്ബോൾ ഇൻ ദ ഈവനിങ്. എൻ്റെ അമ്മ ഡെലീഷ്യസ് ഫുഡ്സ് കുക്ക് ചെയ്യും. മൈ മദർ വിൽ കുക്ക് ഡെലീഷ്യസ് ഫുഡ്. അങ്ങനെയുള്ളതൊക്കെയാണ് എക്സാമ്പിൾ. ചെയ്യും, പോകും, കാണും, അങ്ങനെ വരുന്നതൊക്കെ. നെക്സ്റ്റ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ചെയ്യുകയായിരിക്കും പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വി പ്ലസ് ING. അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ നാളെ രാത്രി ഞാനൊരു മൂവി കാണുകയായിരിക്കും. ഐ വിൽ ബി വാച്ചിങ് എ മൂവി ടുമാറോ നൈറ്റ്. നെക്സ്റ്റ് മന്ത് ഞാനൊരു വെഡ്ഡിങ്ങുമായിട്ട് തിരക്കിലായിരിക്കും. ഐ വിൽ ബി ബിസി വിത്ത് എ വെഡ്ഡിങ് നെക്സ്റ്റ് മന്ത്. അങ്ങനെ ചെയ്യുകയായിരിക്കും, പറയുമായിരിക്കും, അങ്ങനെ നടക്കാൻ പോകുന്നത് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഫ്യൂച്ചർ പ്രസന്റ് ആണ്. ചെയ്തിട്ടുണ്ടാകും, നാളെ ഞാനത് ചെയ്തിട്ടുണ്ടാകും, അങ്ങനെ അതൊക്കെ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് അതിൻ്റെ സ്ട്രക്ചർ. എന്ന് വെച്ചാൽ എൻ്റെ എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ അവള് ഡിന്നർ കുക്ക് ചെയ്തിട്ടുണ്ടാകും. ഷീ വിൽ ഹാവ് കുക്ക്ഡ് ഡിന്നർ. അവര് രാവിലെ തന്നെ നേരത്തെ എണീച്ചിട്ടുണ്ടാകും. ദേ വിൽ ഹാവ് woken early in the morning. V3 ഫോം യൂസ് ചെയ്യണം എല്ലായിടത്തും വേർബിന്റെ. പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഉള്ളത് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് V പ്ലസ് ING. എൻ്റെ എക്സാമ്പിൾസ് നാളെ ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഐ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എക്സാം ടുമാറോ. അവൾ ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഷീ വിൽ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഇൻ ക്ലാസ് റൂം. ഇതൊക്കെയാണ് എൻ്റെ എക്സാമ്പിൾസ് വരുന്നത്. മിസ്സേ കഴിഞ്ഞു. മാം, ഹലോ മിസ്സേ. ശ്രീധി കംപ്ലീറ്റ് ആയി. ഓക്കെ. ഓക്കെ, റിവിഷൻ. നിങ്ങൾ റിവിഷനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ എടുക്കണ്ട കേട്ടോ. ചാപ്റ്റേഴ്സ് വളരെ കുറവാണ്. മീൻസ് പ്രോണൗൺ, അതായത് നൗൺ ചാപ്റ്റർ, വെർബിനൊന്നും ക്വസ്റ്റ്യൻസ് കുറവാണ്. നൗൺ, പിന്നെ ഏതാണ് അഡ്ജക്റ്റീവ്, ആഡ്വർബ്, ഇത്രയേ ഉള്ളൂ ചാപ്റ്റേഴ്സ് പറയാൻ കേട്ടോ. കാര്യമായിട്ടൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും, ആകെ 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. വളരെ കുറവ്. അവള് റിവിഷൻ ചെയ്യേണ്ട ആവശ്യം ശരിക്കില്ല. ഒരു ഫ്രൈഡേ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു മണിക്കൂർ കൊണ്ട് നമ്മളെല്ലാം പറഞ്ഞ് തീർക്കുന്നതായിരിക്കും. അപ്പൊ എക്സാമിനെ ഓർത്ത് ടെൻഷൻ എടുക്കണ്ട കേട്ടോ. ഇപ്പൊ പഠിക്കേണ്ട കാര്യം ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പഠിക്കും. എക്സാം വളരെ സിമ്പിൾ ആയിക്കോളൂ. ടേം അല്ലേ, ഈസിയാണ്. ടെൻഷൻ എടുക്കണ്ട. മാം ഞാൻ ഒരു സജഷൻ പറയട്ടെ. മാം ഈ
ഒരു ക്ലാസ് തന്നെ മാം എല്ലാരെ കൊണ്ടും പറയിപ്പിക്കും. എല്ലാവർക്കും ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടായിരിക്കും. ഓരോ ക്ലാസ് മാം ഇപ്പം ഫ്രൈഡേ ഒരു ക്ലാസ്സില്ല, അപ്പൊ അന്ന് ഒരാളെ കൊണ്ട് എടുപ്പിച്ചിട്ട് പിന്നെ മാമിന്റെ നെക്സ്റ്റ് ക്ലാസ് ഒരു 10 മിനിറ്റ്സ് ഒക്കെ അല്ലേ ഒരാൾ എടുക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ മാമിന്റെ പോർഷൻ എടുക്കണം, പിന്നെ അടുത്ത ക്ലാസ്. അപ്പൊ ഓരോ ദിവസം ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ ഒരു സെമിനാർ പോലെ ആകുമ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വരും. അപ്പൊ ബോറടിക്കത്തുമില്ല. ഇപ്പൊ ഇന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ഒരാൾ പറയുമ്പോ എല്ലാവർക്കും സത്യത്തിൽ ബോറുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഫ്രൈഡേ ആകുമ്പോൾ ഒരാൾ പറഞ്ഞു 10 മിനിറ്റ്സ് അല്ലേ എടുക്കത്തുള്ളൂ. അയാൾ ഈ ടെൻസ് എല്ലാം ഒന്ന് ഒരാൾക്ക് സെമിനാർ പോലെ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ മാമിന്റെ അടുത്ത പോർഷൻ എടുക്കാം. അടുത്ത ക്ലാസ്സിൽ ഒരാൾ. അപ്പൊ ഓരോ ദിവസം ഇങ്ങനെ മാം വിളിക്കുന്ന ആൾക്കാർ പറ്റില്ല എന്ന് പറയത്തുമില്ല. എല്ലാവർക്കും സെമിനാർ പോലെ പ്രസന്റ് ചെയ്യാനും പറ്റും. ഓരോ ക്ലാസ്സിലും അപ്പൊ റിവിഷൻ ആവുകയും ചെയ്യും, നന്നായിട്ട് നമുക്ക് തറവാവുകയും ചെയ്യും. കണ്ടിന്യൂസ് ഒരു ക്ലാസ് കേട്ടോണ്ടിരിക്കും, ഇങ്ങനെ ബോർ അടിക്കത്തില്ല. എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് ഈ ടെൻസ് പഠിക്കാതെ എനിക്ക് ഒരു പോർഷൻ എടുക്കാൻ പറ്റില്ല. ഇനിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ടെൻസിനെ ബേസ് ചെയ്ത് നോക്കണം. അപ്പൊ ഞാൻ എന്റെ പോർഷൻ എടുത്തു, അതിനിടയിൽ നിങ്ങൾ പറയിപ്പിക്കാണ്ട് അത് പോസിബിൾ അല്ല. ഇപ്പൊ ഈ ക്ലാസ് കൂടെ നമ്മൾ ടെൻസ് പറയിപ്പിക്കുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ടെൻസ് പറയില്ല. കാരണം ഇനി അങ്ങോട്ട് എല്ലാ ചാപ്റ്റേഴ്സും ടെൻസിനെ ബേസ് ചെയ്ത് പോകുന്നതാണ്. ആ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ടെൻസ് അറിയില്ല എന്ന് എന്നോട് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ ക്ലാസ്സസ് ഇതിന് വേണ്ടി മാത്രം മാറ്റിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നമുക്കിനി വേറൊരു ക്ലാസ് ഇനി അങ്ങോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം ഇനി നിങ്ങൾ പറഞ്ഞല്ലോ 5th ചാപ്റ്റർ എടുത്തിട്ട് യാത്രല്ലോ. 5th ചാപ്റ്റർ എടുക്കാത്ത വേറൊന്നും കൊണ്ടല്ല. ആ ചാപ്റ്റർ എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ടെൻസ് പഠിക്കണം. ഓക്കെ, ആർട്ടിക്കിൾ ആൻഡ് കോൺകോർഡ്. ഈ കോൺകോർഡ് ഒക്കെ ടെൻസിനെ ബേസ് ചെയ്ത് പോകുന്ന ചാപ്റ്റേഴ്സാണ്. അതുപോലെ പാർട്ടിഷ്യൽ സെന്റൻസ്, ഡയറക്ട് സ്പീച്ച്, പാർട്ടിസിപ്പിള്, ക്വസ്റ്റ്യൻ ടാഗ്, ഇതെല്ലാം ടെൻസിനെ ബേസ് ചെയ്ത് പോകുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് ടെൻസ് തറ ആക്കാതെ നിങ്ങൾ ആ ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കില്ല. ടെൻസിന് മുന്നേ പഠിച്ച ചാപ്റ്റേഴ്സ് പോലെ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഈ സ്ട്രക്ചേഴ്സും എല്ലാ ടെൻസസും അത്യാവശ്യം. അതുകൊണ്ടാണ് ഞാൻ ഈ 2 ക്ലാസ് ഇതിനു വേണ്ടി മാറ്റിയിരിക്കുന്നത്. എല്ലാവരെയും കൊണ്ട് പഠിപ്പിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും പഠിച്ചോ, നിങ്ങൾക്ക് അത് ഉത്സവമായിട്ട് നിങ്ങൾ പഠിച്ചോ എന്നറിയാൻ വേണ്ടി മാത്രമാണ്. ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനോ അതിനൊന്നും ആവശ്യത്തില്ല. ഞങ്ങൾ പഠിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഓക്കെയാണോ, ഡൗട്ട്സ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രം ഓരോരുത്തരെ വിളിച്ച് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. വേറെ ഒന്നും അല്ല കേട്ടോ. മറ്റുള്ള കേൾക്കുമ്പോൾ ശരിയാണ്, പോയിരിക്കും, സ്വാഭാവികമാണ്. പക്ഷെ അത് നിങ്ങൾക്കും ആവശ്യം വേണം. അത് പഠിക്കണം. അത് പഠിച്ചാൽ മാത്രമേ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അത് അവിടെ കഴിഞ്ഞു. കാരണം ഓരോരുത്തരും മുന്നോട്ട് വരാണ്. പഠിച്ചത് മാത്രം പറഞ്ഞാൽ മതി. അത് പ്രിപ്പയർ ചെയ്യണമെന്നല്ല. പ്രിപ്പയർ ചെയ്ത് പറയേണ്ട കാര്യമല്ല ഇത്. കാരണം ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. പഠിച്ചത് ഓർത്ത് പറയാം. അത് മാത്രമേ ഞാൻ പറഞ്ഞു. പറയാൻ പറ്റുമെങ്കിൽ പറയാം. കാരണം ടെൻസ് ഈ ചാപ്റ്റർ തന്നെ, ടെൻസിലെ ചാപ്റ്റർ തന്നെ ടെൻസിനെ ബേസ് ചെയ്ത് പോകുന്ന ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ഞാൻ പ്രസന്റ് ചെയ്യാനല്ലേ പറഞ്ഞേ. ഇനിയെല്ലാം പ്രസന്റേഷൻ ഞാൻ ആക്ടിവിറ്റി തരാണ്, ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ടെൻസ് ആവശ്യമാണ്. അത് പ്രസന്റേഷന്റെ കഴിഞ്ഞു, പ്രസന്റേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി കഴിഞ്ഞു. ഇതോടുകൂടി പ്രസന്റേഷൻ അവസാനിച്ചിരിക്കുന്നു. അതുപോലെ കോൺകോർഡും ആർട്ടിക്കിളും പൊതുവെ അങ്ങനെ ക്ലാസ് എടുക്കാനേ കൊടുക്കാറുള്ളൂ. അങ്ങനെ ക്ലാസ് നിങ്ങൾക്ക് സെമിനാർ പോലെ തരും. അപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയാൽ കൊണ്ട്
ക്ലാസ്സില് ടെൻസ് പിന്നെ എന്റെ പോർഷൻ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. മിസ്റ്റേ ക്ലിയർ ആവണല്ലോ കേട്ടോ. മിസ് പറയണത് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ ബ്ലർ ആവുന്നുണ്ട്. എല്ലാവർക്കും ശരിയാണോ? വോയിസ് ക്ലിയർ ആണോ? അല്ലേ കേൾക്കാവുന്നുണ്ടോ? ക്ലിയർ അല്ലാന്നാണ് പറയുന്നത്. ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ആണോ? ഓക്കെ, കേൾക്കുന്നുണ്ടോ? ക്ലിയർ? ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പ്രസന്റ് ചെയ്യാൻ പറയുന്നത്. അത് പഠിച്ചു എന്ന് നിങ്ങൾക്കൊരു ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് ഓർക്കണം, അതിനുവേണ്ടി മാത്രം. ഓക്കെ, അതുകൊണ്ട് എന്തായാലും ഇനി ഞാൻ ഈ പോർഷൻ പുതിയ പോർഷൻ എടുക്കുന്നില്ല കേട്ടോ. ഇനി ഈ വീക്ക് നമ്മൾ പുതിയ പോർഷൻ എടുക്കുന്നില്ല. നെക്സ്റ്റ് ഫ്രൈഡേ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഇമ്പോർട്ടൻസ് മാത്രം, എക്സാമിന് വേണ്ടി കുറച്ച് ഇമ്പോർട്ടൻസ് മാത്രം ഞാൻ ക്ലാസ് എടുക്കുന്നു. ഇനി അടുത്ത വീക്ക് ആയിരിക്കും പുതിയ പോർഷനിലേക്ക് പോവാം. മീൻസ് നെക്സ്റ്റ് മൺഡേ എടുക്കോട്ടോ. ഓക്കെ, അപ്പോ റിവൈൻഡ് ചെയ്യുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് ചെയ്യാനേ പറയും, പഠിച്ച കാര്യം ഒന്ന് പറയാം. ഞാൻ അഡ്ജക്റ്റീവോ വേറെ ഒരു ചാപ്റ്റേഴ്സ് ഞാൻ ഇതുപോലെ റിവൈൻഡ് ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അല്ലെ. ഇത് 2 ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും നമ്മൾ ജസ്റ്റ് റിവിഷൻ ചെയ്തു ടെൻസ്. ഇത് ഞാൻ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്, അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പിന്നെ വേറെ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ടെൻസ് അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെയും ഈ ബാക്ക് ടു ടെൻസിലേക്ക് വരേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് നന്നായിട്ട് ഒന്നുകൂടെ തറായിട്ടൊന്ന് പഠിക്കുക. ഒന്നുകൂടെ പഠിച്ചിട്ട് കാര്യമില്ല, പഠിക്കണ്ടേ? പറയാ പറയുന്നല്ലോ, നിങ്ങളായിട്ട് മുന്നോട്ട് വരിക ഉറപ്പാണല്ലോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. എനിക്ക് കഴിഞ്ഞ കുറച്ചു നാളായിട്ട് കയറാൻ പറ്റിയിട്ടില്ല ക്ലാസ്സിൽ. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വെക്കാൻ മനസ്സിലാവും. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കുറച്ചു നാളായിട്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് കയറാൻ പറ്റിയിട്ടില്ല മിസ്സേ. അങ്ങനെ വേറെ ആരും ഉണ്ടല്ലോ ഹോസ്പിറ്റൽ കേസ്, അപ്പൊ അവർക്കും കൂടെ യൂസ്ഫുൾ ആണ് നിങ്ങൾ പറയുമ്പോ. പിന്നെ നിങ്ങൾക്ക് സ്വയം കുറച്ചുകൂടി ക്ലിയർ ആകും. മാം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതിപ്പോ എല്ലാവരും ക്ലാസ് എടുക്കാൻ മടിയായിട്ട് നിൽക്കുക, പക്ഷെ എന്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പോലെ തന്നെയായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാന്ന് പറയുന്നത്. ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിച്ചതിലെ തെറ്റ് പോലും നമുക്ക് ക്ലിയർ ആവുന്നത്. നമ്മൾ നോട്ട് എഴുതുന്നുണ്ട്, അപ്പൊ നമ്മൾ എക്സാമിന്, പക്ഷെ നമ്മൾ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോഴാണ് അതിൽ നമ്മൾ പഠിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അത് ക്ലിയർ ആണോ, നമുക്ക് ശരിയായി മനസ്സിലായിട്ടുണ്ടോ എന്ന് നമുക്ക് സ്വയം ഒന്ന് മനസ്സിലാക്കാൻ പറ്റും അതിലൂടെ. ഇപ്പൊ ഞാനിപ്പോ ഇംഗ്ലീഷിൽ എനിക്കിപ്പോ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ പേടിയില്ല. മാം വിളിക്കുമ്പോൾ ഞാൻ റെഡിയാണ് എപ്പോഴാണ്. പിന്നെ ചിലപ്പോ നമുക്കൊന്ന് നോക്കാൻ, പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കാൻ ഒരു 5 minutes വേണ്ടി വരും. പക്ഷെ എങ്കിലും എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അതുകൊണ്ട് തന്നെ ഇപ്പോ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പൊ എനിക്ക് പഠിക്കാനായാലും കേൾക്കാനായാലും. അപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു നമ്മളിൽ പെട്ട ഒരാൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ചുകൂടെ സിമ്പിൾ ആണ്. ടീച്ചേഴ്സ് പറയുന്നതിനേക്കാൾ സിമ്പിൾ ആണ് നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ. അപ്പൊ എല്ലാവരും അടിച്ചു നിൽക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ പറഞ്ഞു നോക്കാം. തെറ്റ് പറ്റിക്കോട്ടെ. ഇപ്പൊ എല്ലാവരും എല്ലാം അറിയുന്നവരല്ല, എല്ലാവരും ഇങ്ങനെ പഠിക്കുന്നവരാണ്. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പൊ തെറ്റ് പറ്റും, നമുക്ക് തിരുത്താലോ. ഇങ്ങനെയല്ലേ തിരുത്താൻ പറ്റുള്ളൂ. എനിക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ എല്ലാം അറിയാം എന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് കാര്യമില്ല. നമ്മളത് പറഞ്ഞു നോക്കിയാലേ നമുക്ക് എത്രത്തോളം അറിയാം, അല്ലെങ്കിൽ നമ്മൾ എവിടെ വരെ പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് സ്വയം ഒരു ബോധ്യം ഉണ്ടാവുള്ളൂ. എന്റെ അഭിപ്രായം എല്ലാവരും പറയണം, നമുക്കറിയാവുന്നത് പോലെ പറഞ്ഞാൽ മതി. അല്ലാണ്ട് നമ്മളെല്ലാം പഠിച്ച് തികഞ്ഞിരിക്കുന്നവരല്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മിസ്റ്റേക്സ് ഉണ്ടാവും. പക്ഷെ അത് ശരിയാവും. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയണേ. എന്തായാലും മിസ് കറക്റ്റ് ആക്കി കൊടുക്കാനുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് പറയുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ക്ലാസ് കുറെ മിസ്സായിട്ടുണ്ട്, അതുകൊണ്ടാണ്. പെട്ടെന്ന് പറയൂ. കാരണം നമ്മൾ പറയുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാവുന്നതാണ്. നിങ്ങൾ ഫസ്റ്റ് ടൈം പ്രസന്റ് ചെയ്യുന്ന പോലെയല്ല സെക്കൻഡ് ടൈം ആകുമ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. എല്ലാവരും എങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഞാൻ ടീച്ചിങ് തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. ടെൻസ് പഠിപ്പിക്കുന്ന രീതി ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതാണ്.
പറഞ്ഞാൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അങ്ങനെ കിട്ടൂ കേട്ടോ. ഓക്കെ, ഇപ്പോ ടീച്ചിങ്ങിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്ട് തരും, അറിയാതെ നിങ്ങൾക്കല്ല നിങ്ങൾ എടുക്കുന്ന പോർഷൻ ടീച്ചിങ്ങിൽ കിടക്കുകയാണെങ്കിൽ അതന്നെയായിരിക്കും എല്ലാ കൊല്ലവും നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാ കൊല്ലവും പഠിപ്പിക്കേണ്ടത് തന്നെയായിരിക്കും. പക്ഷെ പഠിപ്പിക്കേണ്ട രീതി വ്യത്യാസം ഉണ്ടാകും. കാരണം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അറിയാൻ പറ്റും ഇന്ന ഭാഗം തെറ്റാണ് അല്ലെങ്കിൽ കുറച്ച് ഇൻഫ്രൂവ് ചെയ്യണം എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ മാറ്റും. ഒരു പ്രാവശ്യം നമ്മളത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുമ്പോഴേക്കാണ് ആ ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ ചേഞ്ചസ് വരണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് മാറ്റുന്നത്. നമ്മൾ ചെയ്താലേ അല്ലെ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ മാത്രം അറിയാൻ പറ്റും. അതുകൊണ്ട് ആദ്യം പ്രസന്റ് ചെയ്യട്ടോ. ലാസ്റ്റ് ക്ലാസ് ആണ് ഈ ടെൻസ് നമ്മൾ റിവിഷനോ ഒന്ന് ചെയ്യുക. ലാസ്റ്റ് ആണ്. ഒരാള് വന്ന് വേഗം പ്രസന്റ് ചെയ്തേ. കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി നമ്മൾ അവസാനിപ്പിക്കും. ദേഷ്യമൊന്നുമില്ല. നെക്സ്റ്റ് മൺഡേ നമ്മൾ പുതിയ പോർഷൻ എടുക്കും കേട്ടോ. അറിയൂ മിസ് ഞാൻ പറയട്ടെ. ഓക്കെ. ടെൻസ് 3 തരമുണ്ട്: പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതിൽ പ്രസന്റ് ടെൻസ് സിമ്പിൾ പ്രസന്റ്, ചെയ്യുന്നു എന്ന് പറയും. ഹാബിറ്റ്, റൊട്ടീന്, പെർമനന്റ് സിറ്റുവേഷൻ ഇങ്ങനെയുള്ളതിനൊക്കെ യൂസ് ചെയ്യുന്നു. ഇതിന്റെ ഫോം സബ്ജക്ട് പ്ലസ് V1, വെർബിന്റെ ഫസ്റ്റ് ഫോം. അപ്പൊ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയും. സൺ എപ്പോഴും ഈസ്റ്റിൽ തന്നെയല്ലേ ഉദിക്കുന്നേ, അതിനൊക്കെ. ഇനി ആ സബ്ജക്ട് എന്ന് പറയുന്നത് ഐ, ദേ, യു, വി, ഹിസ്, എവരിബഡി, ഇറ്റ്, ഇതൊക്കെയാണ് സബ്ജക്ട്. അതിന്റെ പ്ലൂറല് ഐ, യു, വി, ദേ. സിംഗുലർ ആണെങ്കിൽ ഹി, ഷീ, ഇറ്റ്, എവരിബഡി. സിംഗുലർ വെർബ് ആണെങ്കിൽ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യും. ഇപ്പൊ റൈറ്റ് ആണെങ്കിൽ റൈറ്റ്സ് ആക്കണം. ഹി റൈറ്റ്സ് എ സ്റ്റോറി എന്നൊക്കെ പറയും. പിന്നെ ഐ പ്ലേ ക്രിക്കറ്റ്, ഇത് പ്ലൂറൽ ആണ്. അതിന്റെ നെഗറ്റീവ് ഫോം ആണ് ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്. പിന്നെ ഹി പ്ലേസ് ക്രിക്കറ്റ് ആണെങ്കിൽ ഹി ഡസൻ പ്ലേ ക്രിക്കറ്റ് എന്ന് പറയും. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസും പ്ലൂറലിന്റെ കൂടെ ഡൂവും ആഡ് ചെയ്യും. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, ചെയ്യുകയാണ് എന്ന് പറയും. സബ്ജക്റ്റ് പ്ലസ് പ്രസന്റ് ഓക്സിലറി, അതായത് ആം, ഈസ്, ആർ ഇതൊക്കെ ആഡ് ചെയ്യുന്നത്. വെർബ് പ്ലസ് ING ഫോം ആണ്. അതിൽ ഐയുടെ കൂടെ AM, ആം ആഡ് ചെയ്യണം. അപ്പം ഐ ആം സ്റ്റഡിയിങ് എന്ന് പറയുന്നു. അപ്പൊ ഹിയോ, ഷിയോ, ഇറ്റോ, എവരിബഡിയോ ഒക്കെ ആണെങ്കിൽ ഈസ് ആഡ് ചെയ്യും. ഷീ ഈസ് വാച്ചിങ് എ മൂവി എന്ന് പറയുമ്പോൾ ഷീയുടെ കൂടെ IS, ഈസ് ആഡ് ചെയ്യണം. യു, വി, ദേ ആണെങ്കിൽ ആറ്, ARE ആഡ് ചെയ്യണം, ആർ ആഡ് ചെയ്യണം. പിന്നെ ഐ ആം സ്റ്റഡിയിങ്, ഐ ആം നോട്ട് സ്റ്റഡിയിങ്, അങ്ങനെയാക്കാം. നെഗറ്റീവ് പിന്നെ അതിൻ്റെത് ആറിൻറ്റ് ഐ സ്റ്റഡിയിങ് എന്നാകും. മനസ്സിലായോ? ഇനി നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് യു ആർ പ്ലേയിങ് ക്രിക്കറ്റ്, യു ആർ ഇൻ പ്ലേയിങ് ക്രിക്കറ്റ് എന്നാകും. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആർ യു പ്ലേ ക്രിക്കറ്റ്, ആർ ഇൻ പ്ലേ ക്രിക്കറ്റ് ആക്കാം. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ചെയ്യുകയാണ്. അതിന്റെ ഫോം സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ്. സിംഗുലർ ആണെങ്കിൽ ഹാസും പ്ലൂറൽ ആണെങ്കിൽ ഹാവും, പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. അപ്പൊ ഞാൻ 6 മണി തൊട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് 6 AM. അപ്പൊ കുറെ നേരമായിട്ട് കണ്ടിന്യൂ ചെയ്തു വരുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇനി അതിന്റെ നെഗറ്റീവ് ഫോം വരുവാണ്, അതിന്റെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഹാവ് യു ബീൻ വർക്കിംഗ് എന്ന് വരും. പോസിറ്റീവ് ആണെങ്കിൽ ഐ ഹാവ് നോട്ട് ബീൻ വർക്കിംഗ് എന്ന് വരും. ഇനി പാസ്റ്റ് ടെൻസ്, അതിൽ സിമ്പിൾ പാസ്റ്റ്, ചെയ്തു പോയി. സബ്ജക്ട് പ്ലസ് വെർബ് V2 വരും. ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്സ് ലാസ്റ്റ് വീക്ക്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ലാസ്റ്റ് വീക്ക് മീറ്റ് ചെയ്തു എന്ന് പറയും. ഷീ പ്ലേസ്ഡ് എ ബുക്ക് ഓൺ ദ ടേബിൾ. അവള് ടേബിളിന്റെ പുറത്തൊരു ബുക്ക് വെച്ചു. ഇനി സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ചെയ്യും, പോകും എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ഞാൻ രാത്രി ഭക്ഷണം പാകം ചെയ്യും. ഐ വിൽ കുക്ക് എ ഡിന്നർ. അതിന്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് വെർബ് V1. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ചെയ്യുകയായിരുന്നു. ഐ വാസ്
walking. അത് സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ing. സിംഗുലർ ആണെങ്കിൽ വാസ് വരും, പ്ലൂറൽ ആണെങ്കിൽ വേർ വരും. ഐ വാസ് വാക്കിംഗ്, യു വേർ വാക്കിംഗ്, ഹി വാസ് വാക്കിംഗ് ടു ദ റോഡ്, അങ്ങനെയൊക്കെ. ഇനി അതിന്റെ നെഗറ്റീവ് ആണെങ്കിൽ ഐ വാസ് ഇൻ വാക്കിംഗ്, യു വേർ ഇൻ വാക്കിംഗ്, ഹി വാസ് ഇൻ വാക്കിംഗ് എന്ന്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, അത് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. ഐ ഹാഡ് വോക്ഡ്, വോക്കിന്റെ തേർഡ് ഫോം വോക്ഡ്. ഇനി ഹി ഹാഡ് ഹി ഹാഡ് വോക്ഡ്. ഇനി അതിന്റെ നെഗറ്റീവ് ആണെങ്കിൽ ഹൈ ഹാഡ് ഇൻ വോക്ഡ് എന്ന് വരും. പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ്, ഐ ഹാഡ് ബീൻ ലിസണിങ് എ മ്യൂസിക് എന്നതൊക്കെ. പിന്നെ ഫ്യൂച്ചർ ടെൻസിൽ സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ട്, അത് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1, ചെയ്യും പോകും എന്നൊക്കെയുള്ളത്. ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സബ്ജക്ട് പ്ലസ് വിൽ ബി പ്ലസ് വെർബ് പ്ലസ് ing. ഐ വിൽ ബി റൈറ്റിംഗ് ദ ലെറ്റർ ടുമോറോ, ഞാൻ നാളെ ഒരു ലെറ്റർ റൈറ്റ് ചെയ്യും. ഐ വിൽ ബി വാക്കിംഗ്, ഐ വിൽ ബി റൈറ്റിംഗ് എ നോവൽ. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഷീ വിൽ ഹാവ് ബീൻ റൺ 3 kilometers. ഷീ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 10 years by next month. അങ്ങനെയൊക്കെ അല്ലേ അമ്മ? ഹലോ, ഓക്കെ ഓക്കെ ദിവ്യ. ഇനി നെക്സ്റ്റ് ആരാ? പെർഫെക്റ്റ് V3 ഉദ്ദേശിച്ചേ പെർഫെക്റ്റോ? മഞ്ജു മനസ്സിലായില്ല കേട്ടോ. മാം ദിവ്യ പറഞ്ഞപ്പോ എനിക്ക് സംശയം തോന്നി, V3 അല്ലേ എന്ന് ചോദിച്ചു. നമ്മള് ഇത്രേ ഉള്ളൂ, ഹാവ് ഹാസ് ഹാഡ്, ശേഷം എല്ലാം യൂസ് ചെയ്യേണ്ട V3 എവിടെ വന്നു, അത് വെറുപ്പാണെങ്കിൽ മാത്രം. നൗൺ ആണ് മൈൻഡ് ചെയ്യും, വെറുപ്പാണെങ്കിൽ ഇനി നെക്സ്റ്റ് ആരാ? ആരെങ്കിലും പ്രസന്റ് ചെയ്യുന്നുണ്ടോ? മാം ഞാൻ കുറെ എക്സാമ്പിൾസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു മാം. അതിൽ ഫ്യൂച്ചറിന്റെ കുറച്ചും കൂടി കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. ബാക്കി 2 എണ്ണം കളക്ട് ചെയ്തിട്ടുണ്ട് മാം. എന്നാലും എല്ലാത്തിൻ്റെയും ഒരു സിമ്പിളായിട്ട് കുറച്ച് നേരം ഒന്ന് പറയാം ടെൻസസിന്റെ. സിമ്പിൾ പ്രസന്റ് നമുക്ക് ഇപ്പൊ എല്ലാവരും ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട വെച്ചിട്ട് ജസ്റ്റ് എക്സാമ്പിൾസ് പോലെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇപ്പൊ നടക്കുന്ന പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിന്റെ ഫോം അറിയാം, സബ്ജക്റ്റും പ്രസന്റ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യാം. സിംഗുലറിന്റെ കൂടെ എസ് ഉണ്ടാവും എന്നുള്ളത് ശ്രദ്ധിക്കുക, പ്ലൂറലിന് എസ് ഉണ്ടാവില്ല. ബേസ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യാം. ഇത് യൂഷ്വലി സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കാൻ. ഐ ഗെറ്റ് അപ്പ് എവറി ഡേ അറ്റ് 5 o'clock. 5 മണിക്ക് ഞാൻ എന്നും ചെയ്യുന്ന റുട്ടീൻ ആക്ഷൻ ആണല്ലോ, അപ്പോൾ റുട്ടീൻ കാണിക്കാൻ സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യാം. പിന്നെ പ്രപഞ്ച സത്യങ്ങൾ, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അപ്പോൾ അത് എപ്പോഴും ചെയ്യുന്ന ആ ഒരു കാര്യമാണ്, അപ്പോൾ അത് സിമ്പിൾ പ്രസന്റിൽ. പിന്നെ ഓൾറെഡി ഡിസൈഡ് ചെയ്ത കാര്യങ്ങൾ, ഷെഡ്യൂൾ ചെയ്തപ്പെട്ട കാര്യങ്ങൾ, അതായത് ദ മാച്ച് സ്റ്റാർട്ട്സ് അറ്റ് 9 o'clock. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് ഓൾറെഡി ഫിക്സ് ചെയ്ത കാര്യമാണ്, അപ്പോൾ അത് സ്റ്റാർട്ട്സ്. കണ്ടോ, മാച്ച് എന്നുള്ളത് സിംഗുലർ ആണ്, അപ്പോൾ സ്റ്റാർട്ട്സ് എന്നുള്ളത് അതിൻ്റെ വെർബിൻ്റെ ഒപ്പം എസ് ആഡ് ചെയ്തിട്ട് ദ മാച്ച് സ്റ്റാർട്ട്സ് അറ്റ് 9 o'clock എന്ന് വെച്ചു. ഇനി പ്രോവർബും ക്വസ്റ്റ്യൻസും ഒക്കെ യൂഷ്വലി സിമ്പിൾ പ്രസൻറ്റിലാണ് ഉണ്ടാവുക. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്, കണ്ടോ അവിടെ വിൻസ് എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഫോമിലാണ് ഉള്ളത്. അപ്പോൾ പ്രോവർബും
മറ്റേ കൊട്ടേഷൻസും ഒക്കെ യൂഷ്വലി സിമ്പിൾ പ്രസൻറ്റിലാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഈ ക്രിക്കറ്റ് കമൻട്രി പറയണതും സിമ്പിൾ പ്രസൻറ്റിലാണ് ഉണ്ടാവുക. പിന്നെ നെക്സ്റ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ്, അതായത് പ്രസൻറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പെട്ടെന്ന് ഈ ടെൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് പറയുമ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഭാവിയിൽ ജസ്റ്റ് കഴിഞ്ഞു പോയത്. ഫ്യൂച്ചർ പറയുമ്പോൾ ഇനി ഭാവിയിൽ വരാനുള്ളത്. അങ്ങനെയും പിന്നെ ഈ കണ്ടിന്യൂസ് എന്നുള്ള ഫോം എല്ലാം ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാസ്റ്റിൽ കണ്ടിന്യൂ ആയിരുന്നുകൊണ്ടിരുന്നത്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് പറയുമ്പോൾ ഇനി ഫ്യൂച്ചറിൽ അത് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അങ്ങനെ യൂസ് ചെയ്യും. ഇനി പെർഫെക്റ്റ് പറയുമ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ ജസ്റ്റ് ഇപ്പോൾ ഫിനിഷ് ചെയ്തൊരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ. പാസ്റ്റിൽ പറയുമ്പോൾ പാസ്റ്റ് ഏതോ ഒരു ആക്ഷൻ നടക്കുമ്പോൾ അതിന് തൊട്ട് മുന്നേ ഫിനിഷ് ചെയ്തൊരു കാര്യം, പാസ്റ്റിൽ തൊട്ട് മുന്നേ ഫിനിഷ് ചെയ്തൊരു കാര്യം. ഇനി ഫ്യൂച്ചറിലാണത് പറയുന്നതെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ ഇന്ന ടൈമിൽ അത് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടാകും, ബൈ ദ ടൈം, അങ്ങനെ വെച്ച് പറയുമ്പോഴാണ് പെർഫെക്റ്റ് അങ്ങനെ ഉപയോഗിക്കുക. അതായത് പ്രസൻറ്റിൽ ജസ്റ്റ് മുമ്പ് ഫിനിഷ് ചെയ്തൊരു ആക്ഷൻ പറയാൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. പാസ്റ്റിൽ ഏതോ ഒരു പാസ്റ്റ് ആക്ഷൻ കഴിയുന്നതിന് തൊട്ട് മുന്നേ കഴിഞ്ഞൊരു ആക്ഷൻ സൂചിപ്പിക്കാൻ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. അതുപോലെ ഫ്യൂച്ചറിൽ ഇന്ന ടൈമിൻ്റെ ഉള്ളിൽ ഞാനത് ഫിനിഷ് ചെയ്യും എന്ന് നമ്മൾ പറയുന്ന കണ്ടീഷനിൽ ഉപയോഗിക്കുമ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റിൽ അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ അതും കണ്ടിന്യൂസിലും സെയിം തന്നെയാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തൊരു ആക്ഷൻ ഇപ്പോൾ പ്രസൻറ്റിലും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നു, അങ്ങനത്തെ പറയാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. അതേപോലെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ പാസ്റ്റിൽ കണ്ടിന്യൂ ആയിക്കൊണ്ടിരുന്നൊരു കാര്യം, അതായത് ഒരു പാസ്റ്റ് ആക്ഷൻ നടക്കുമ്പോൾ അത് ആ സമയത്ത് കണ്ടിന്യൂ ആയിക്കൊണ്ടിരുന്നൊരു കാര്യം പറയാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ പറയണമെങ്കിൽ ദ ബോയ്സ് ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 2 hours. അതിൽ ഈ ടൈം ഡ്യൂറേഷൻ മെൻഷൻ ചെയ്യും. നമ്മൾ ഈ സിൻസും ഫോറും വെച്ച് ഉപയോഗിക്കുന്നതൊക്കെ ഈ പെർഫെക്റ്റ് ആണ്. അതിപ്പോൾ പാസ്റ്റ് ആയാലും പ്രസൻ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും ഈ ഫോറും സിൻസൊക്കെ വെച്ച് യൂസ് ചെയ്യുന്ന ടെൻസസ് കൂടുതലും പെർഫെക്റ്റ് ടെൻസുകളാണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത് മാത്രമേ മാറുള്ളൂ. പ്രസൻ്റ് ആണെങ്കിൽ ഹാവ് ആയിരിക്കും, പാസ്റ്റ് ആണെങ്കിൽ ഹാഡ് ആയിരിക്കും, ഫ്യൂച്ചർ ആണെങ്കിൽ വിൽ ഹാവ് ആയിരിക്കും. ആ ഒരു ചേഞ്ചേ ഉള്ളൂ. 3 സംഭവം സെയിം തന്നെയാണ്. ഈ സിൻസും ഫോറും ടൈം ഡ്യൂറേഷൻ പറയുമ്പോഴാണ് ഈ പെർഫെക്റ്റ് യൂസ് ചെയ്യാന്ന്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാന്ന്. മീൻസ് എപ്പോഴോ സ്റ്റാർട്ട് ചെയ്തൊരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ ഫ്യൂച്ചറിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഫ്യൂച്ചറിൽ ഒരു കാര്യം ഞാൻ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് അതും അങ്ങനെ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. കൺഫ്യൂഷൻ ഉണ്ടോ അതോ മനസ്സിലായോ? എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? പറഞ്ഞപ്പോൾ ചെറിയൊരു കണക്ട് ചെയ്യാൻ പറ്റിയോ? ഓക്കെ, അത് ഫുള്ള് പ്രിപ്പയർ ആവാത്തത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് കറക്റ്റായിട്ട് പറയാൻ പറ്റിയില്ല. ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിലോ മറ്റോ ഷെയർ ചെയ്യാം. നമ്മളൊന്നും ഗ്രൂപ്പിൽ ഇടണം കേട്ടാ. ഇത് ഇത്തിരി സ്പീഡ് കൂടിപ്പോയി, പിന്നെ ഇനിയിപ്പോ സമയം കഴിയാറായല്ല. അതുകൊണ്ട് കുഴപ്പമില്ല, മനസ്സിലായി. അത് എക്സാംസ് എടുത്താൽ ഇത്തിരി സുഖമായിരുന്നു. ആ എക്സാമ്പിൾസ് ഇടാം, അതാ കുറച്ചും കൂടി. ഞാൻ അതാ എക്സാമ്പിൾസ് വെച്ച് നമുക്ക് പറയുമ്പോൾ കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ എക്സാമ്പിൾ ഇല്ലാതെ ജസ്റ്റ് കാര്യം മാത്രമേ ഇപ്പോൾ പറഞ്ഞുള്ളൂ, സമയം കുറവുള്ളൂ. ഒരുവിധം എനിക്ക് മനസ്സിലായിട്ടാ മിസ്സേ. ആ ഡിസ്കസ് ചെയ്യും. കാരണം അത്ര ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ഇപ്പൊ എനിക്ക് പറഞ്ഞിരുന്ന രീതി വ്യത്യാസം ഉണ്ടാകും. എല്ലാവർക്കും കോമഡി പങ്കെടുക്കുന്നതാണ്. അപ്പൊ അതിന്റെ ടീച്ചിങ് സ്റ്റൈലും വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ഓരോരുത്തർ പറയുമ്പോഴാണെങ്കിൽ അതൊരു ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ച് ക്ലിയർ ആവാം, ഈസിയാണ് അത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒരിക്കലും മാറ്റില്ല. സോ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ ഒന്നത് മിസ്സേ, ഞാൻ കുറെ ക്ലാസ് അബ്സെന്റ് ആയതുകൊണ്ട് എനിക്ക് ഡൗട്ട് ആയിരുന്നു. ഞാൻ കുറെ മിസ്സായിരുന്നു. പക്ഷെ ഇപ്പൊ കേട്ടപ്പോ നമ്മ പഠിച്ചതൊക്കെ തന്നെയാണ് മിസ്സായിട്ടില്ലെന്ന് മനസ്സിലായത്. വലിയ കാര്യം തന്നെയാണ് മിസ്സേ. ക്ലാസ് അങ്ങനെ അധികം പോയിട്ടില്ല. നമ്മൾ ആദ്യം പഠിച്ച തന്നെ കണ്ടിന്യൂസ് ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്.
നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ അത് പഠിക്കുന്നതായിട്ട് നമുക്ക് തോന്നൂല. ചുമ്മാ സംസാരിക്കുന്ന രീതിയായിട്ട് തോന്നുള്ളൂ. അങ്ങനെ പഠിക്കുമ്പോൾ കുറച്ച് എളുപ്പമാണ്, പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പഠിക്കുക, പറഞ്ഞു പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ പറയുന്ന ഒരിക്കലും മറക്കില്ല. സോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ച് റിവിഷൻ ചെയ്യുന്നു. ടൈം ഉണ്ടെങ്കിൽ ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടെൻസ് കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പൊ അതിന്റെ പേയാണോ സൈനോട്ട് പറയും. താങ്ക് യു മാം. ഞങ്ങൾ ടെൻസസിനെ കുറിച്ച് നല്ലൊരു ബോധമായി ഇപ്പോൾ സത്യത്തില്. ഇപ്പൊ മൂന്നും കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാനും ചിന്തിക്കാനും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് മാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ എഫേർട്ട്. പിന്നെ മാം പറഞ്ഞ മലയാളം അതെനിക്ക് വളരെ ഇഷ്ടമായിട്ടും. അതിപ്പോ നമുക്ക് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു സിംഗിൾ വേർഡ് പറഞ്ഞത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു മാം. താങ്ക് യു മാം. താങ്ക് യു ഫ്രണ്ട്സ്. നമ്മള് ടെൻസ് ആ രീതിയിലല്ല, നമുക്ക് വേറെ ഇതിലൊക്കെ പറയാം. ഞാൻ നെക്സ്റ്റ് ക്ലാസ് എന്നോട് ചോദിക്കണുണ്ടോ പ്രസീത, ടെൻസ് തമ്മിൽ എങ്ങനെ കണക്ഷൻ വന്നു, അല്ലെങ്കിൽ ഓരോ ടെൻസ് തമ്മിൽ കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ മതി, അത് നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, മറക്കരുത്, ഞാൻ മറന്നു പോയതുകൊണ്ടാണ്. സോ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. That's for the class. Okay, thank you all and see you next class. Bye.